കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരെ ആരോപണവുമായി കാണാതായ സൂരജ് ലാമയുടെ മകൻ സാന്റൺ ലാമ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് അച്ഛനെ ആശുപത്രിയിൽ നിന്ന് വിട്ടതെന്ന് മകൻ ആരോപിച്ചു. പരാതിയുമായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും മകൻ പറഞ്ഞു. So it's not that police didn't do their job. I even took a canine unit and I went, like the dogs themselves, to sniff and find out if there is a body decaying or no. How come I didn't find that body, man? That body was seen half kilometer away from where that spot is right now. It is not the cops' fault. It is the system's fault. If Ernakulam Medical College had not let my father go, we wouldn't be here. If they had to follow procedure, those people told me that he can say his name. He doesn't know his name, dude. I have a medical certificate from Kuwait government saying that no, this person is mentally challenged, he's gone, he's lost. How come Ernakulam, such a big medical college, say that no, he spoke from his own mouth and said no, let me go? How did you let him go out of the bloody the hospital itself? That itself is the biggest fault. And now they've taken his body again back there only. Today is my High Court hearing. I'm going to apply to the petition. I'm going to apply a petition saying that I want two things to be done. One, I want him to be checked in this hospital because it is their procedure. Second, I want another opinion of another doctor. കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണമാണ് ഇപ്പോൾ സാന്റൺ ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ആദ്യഘട്ടത്തിൽ അച്ഛനെ അന്വേഷിച്ച് സാന്റൺ കൊച്ചിയിൽ അങ്ങോളം ഇങ്ങോളം നടന്ന കാഴ്ച. സാന്റൺ പറയുന്ന ആദ്യഘട്ടത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തി അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരാൾ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല എന്നാണ്. പിന്നീട് മാധ്യമങ്ങളിൽ വാർത്ത വരികയും പോലീസ് അകമ്പടിയോടെ മെഡിക്കൽ കോളേജിൽ എത്തി അന്വേഷിക്കുകയും ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരാളെ അഡ്മിറ്റ് ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നത്. ആദ്യഘട്ടത്തിൽ അജ്ഞാതൻ എന്ന രീതിയിലായിരുന്നു പേരുണ്ടായിരുന്നത്. മാധ്യമ വാർത്തകൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കളമശ്ശേരി മെഡിക്കൽ കോളേജിലെത്തി താൻ അന്വേഷിച്ചപ്പോഴാണ് സൂരജ് ലാമ എന്ന ഒരു പേര് ആ രജിസ്റ്ററിൽ ഉള്ളതായി മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ഇദ്ദേഹം ഈ സൂരജ് ലാമ അസുഖമെല്ലാം ഭേദമായത് കൊണ്ടാണ് സൂരജ് ലാമയെ പറഞ്ഞു വിട്ടത് എന്നാണ് സൂപ്രണ്ട് തന്നോട് പറഞ്ഞത്. ഇത് എങ്ങനെ സാധിക്കുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം വിഷമദ്യ ദുരന്തത്തിൽപ്പെട്ട ഓർമ്മശക്തി നഷ്ടപ്പെട്ട ഒരാളാണ് അദ്ദേഹം. ഓക്കെ ആയിരുന്നില്ല, പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാനാവുക? അത് മാത്രമല്ല, ഈ പോലീസിന്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, രാഷ്ട്രപതി വരുന്ന സമയത്തൊക്കെ ആ 4 ദിവസം പോലീസ് അന്വേഷണം ഒന്നും കൃത്യമായി നടന്നില്ല. ഈ ജീവനോടെ തന്നെ അച്ഛനെ കണ്ടെത്തി തരുമെന്ന് കമ്മീഷണർ തനിക്ക് ഉറപ്പ് നൽകിയതാണ്. ഈ തെരച്ചിലൊക്കെ നടത്തിയതിന് തൊട്ടടുത്ത് നിന്ന് തന്നെയാണ്, അതായത് ഈ HMT പരിസരത്ത് നിന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെതെന്ന് സംശയിക്കുന്ന മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അതായത് സിസ്റ്റത്തിന്റെ മൊത്തത്തിലൊരു സിസ്റ്റത്തിന്റെ വീഴ്ചയാണ്. ഇങ്ങനെയാണോ കേരളത്തിലേക്ക് ഒരാൾ വന്നാൽ, ഇങ്ങനെയാണോ നിങ്ങളുടെ മെഡിക്കൽ കോളേജ്, ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണോ പോലീസ് അതിൽ നിലപാടെടുക്കേണ്ടത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ സാന്റൺ പറഞ്ഞിരിക്കുന്നത്. ശരി, അങ്ങനെ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ സിസ്റ്റത്തെ കുറിച്ചുള്ള പലതരത്തിലുള്ള ചർച്ചകൾക്കിടയിലാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ സിസ്റ്റം ഫെയിലറിനെ കുറിച്ച് സാന്റൺ ലാമ ചൂണ്ടിക്കാട്ടുന്നത്.